Krishna Krishna Hare 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 Ram Hare Ram Kirtanam Govinda Govinda Shri Guruvayurappa Sharanam Shri Guruvayurappa Sharanam Shri Guruvayurappa Sharanam Shri Mahadeva Sharanam Shri Mahaganapade Sharanam Hara Haro Hara Hara Swamiye Sharanamayyappa Dandeshwariyai. ഇതുവരെ ധ്യാന ശ്ലോകങ്ങളാണ് നമ്മൾ കടന്നു വന്നത്. ഇനി പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഈ ധ്യാന ശ്ലോകങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ധ്യാന ശ്ലോകങ്ങൾ, അത് കഴിഞ്ഞിട്ടാണ് പാരായണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം. നമ്മളിപ്പോ എന്നും ക്ലാസ് തുടങ്ങുന്നത് ചൊല്ലുന്നത് പോലെ തന്നെ. പിന്നെ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ കുറച്ച് എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് ധ്യാന ശ്ലോകങ്ങൾ ആദ്യം എന്നുള്ള രീതിയിൽ അതിലേക്ക് കടന്നത്. പ്രാർത്ഥനാ ശ്ലോകങ്ങളായി പ്രധാനമായിട്ടും പറയുന്നത് ഭാഗവത മഹാത്മ്യത്തിൽ തന്നെ ഇന്ന രീതിയിലുള്ള പ്രാർത്ഥനാ ശ്ലോകങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് ഭാഗവത മഹാത്മ്യത്തിലെ 6-ാമത്തെ അധ്യായത്തില് 27-ാമത്തെ ശ്ലോകം, പിന്നീട് 30, 31, 33 ഈ ശ്ലോകങ്ങളാണ് എന്നുള്ളത് ഗ്രൂപ്പിൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിലെ 27-ാമത്തെ ശ്ലോകം, മഹാത്മ്യത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം സംസാര സാഗരേ മഗ്നം എന്ന ശ്ലോകം. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ധര എന്നാണ് പുസ്തകത്തിൽ ഉണ്ടാവുക. സമുദ്ധര എന്നുള്ളത് തെറ്റല്ല, അങ്ങനെ തന്നെയാണ് അതിൽ വേണ്ടത്. പാരായണം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പ്രാർത്ഥനയിലാകുമ്പോൾ മാം ഉദ്ധര എന്നായിട്ടാണ് ഇത് ചെല്ലുക. അപ്പൊ അത് വേണ്ടവരത് അതുപോലെ തന്നെ പെൻസിൽ കൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. മാം ഉദ്ധര എന്നാണ് വേണ്ടത്. അപ്പൊ സ എന്നുള്ളതിന് പകരം മാ എന്ന് ദീർഘാക്കിയാൽ ശരിയായി. ഭവാർണവാർ എന്ന് അടുത്ത പദം. വലിയ അർത്ഥ വ്യത്യാസമില്ല, എന്നാൽ കുറച്ചുകൂടി നല്ല അർത്ഥത്തിലേക്ക് ചെല്ലും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ. അതിന് മുമ്പത്തെ ശ്ലോകമൊക്കെ നമ്മള് ഭാഗവത പഠനം എന്നതിലേക്ക് കടക്കുമ്പോൾ 6-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ ആ പഠനത്തിലെത്തുമ്പോൾ അത് കൃത്യമായിട്ട് എന്താ അങ്ങനെ വന്നേന്ന് മനസ്സിലാവും. എങ്കിലും ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തെ സ്തുതിമാചരേത് എന്ന് അതിന് തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഒരു പൂജയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സ്തുതി ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് അതങ്ങനെ സമുദ്ധര എന്ന് വന്നിട്ടുള്ളത്. നമ്മളുടെ പ്രാർത്ഥനയായിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ മാം ഉദ്ധര എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി യോജിച്ച വാക്ക്. അത്രയേ ഉള്ളൂ. ഈ എന്താണ് ഈ പ്രാർത്ഥനയിലുള്ളത് എന്നാണ്. സംസാര സാഗരേ മഗ്നം. സംസാരം എന്നതിനെ വലിയൊരു സാഗരമായിട്ട് പറയണം. സംസാരം എന്ന് പറഞ്ഞാൽ അതിനെ പല പല തരത്തിൽ ചിത്രീകരിക്കുന്നുണ്ട് ഭാഗവതത്തിൽ തന്നെ. ഇനി ഭവാടവി എന്ന പേരിൽ നമ്മൾ പഞ്ചമസ്കന്ധത്തിലെ 13, 14 അധ്യായങ്ങളിൽ കാണും. അല്ലെങ്കിൽ സംസാര അടവി എന്നാണ് അതിന് മറ്റൊരു പേര്. സംസാരം എന്ന് പറഞ്ഞാൽ ഭവം, ഭവാടവി എന്നുള്ളതിന് സംസാര അടവി എന്ന പേര്. അവിടെ അടവിയായിട്ട് സംസാരം എന്നതിനെ ഒരു വലിയ കാടായിട്ടാണ് കാണുന്നത്. ഇവിടെ സംസാരം എന്നതിനെ ഒരു വലിയ കടലായിട്ടാണ് കാണുന്നത്. രണ്ടായാലും മറികടക്കാൻ പ്രയാസമുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. കടല് മറികടക്കലായാലും ഒരു വലിയ കൊടുങ്കാട് മറികടക്കലായാലും അപകടമാണ്. കടലാവുമ്പോൾ ജലജന്തുക്കളാണ്, കാടാവുമ്പോൾ വന്യമൃഗങ്ങളാണ്. രണ്ടായാലും അപകടമാണ്. എളുപ്പത്തിൽ ഒരു സുഗമമായിട്ടുള്ളൊരു യാത്ര പറ്റുന്നതല്ലല്ലോ. എന്നാൽ ഇതിനെയാണ് നമ്മൾക്ക് തരണം ചെയ്യേണ്ടതുള്ളത്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു കരയിൽ നിൽക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാണ്ടിരിക്കെങ്കിലും ചെയ്യാം. ഇതിപ്പോ അതല്ല. സംസാര സാഗരേ മഗ്നം, അതിൽ മുങ്ങിക്കിടക്കുന്നവരാണ് നമ്മൾ. എന്താണ് സംസാരം എന്നാണെങ്കിൽ സംസരതി ഇതി സംസാരഃ. സംസരതി ഇതി സംസാരഃ, നമ്മളെ വട്ടം കറക്കുന്നത് സംസാരം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അതായത്
ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക എന്നുള്ള ജനന മരണ ചക്രം അടക്കം ഉള്ള എല്ലാത്തിനെയും ചേർന്ന് പറയുന്നതായിട്ടുള്ള പേരാണ് ഈ സംസാരം എന്നത്. ഈ സംസാരം എന്നത് ഒരു സാഗരമായിട്ട് പറയുമ്പോൾ അതിൽ മഗ്നം മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ദീനം. വളരെ ദീനമായിട്ട് ത്രാണിയില്ലാത്ത അളവില് ദീനാവസ്ഥയില് മുങ്ങി നിൽക്കുന്നതായിട്ടുള്ള മാം എന്നെ കരുണാനിധേ എന്ന് ഭഗവാനെ വിളിക്കുന്നു. കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ. കർമ്മഗ്രാഹ ഗൃഹീത അംഗം, കർമ്മമാകുന്ന ഗ്രാഹം, കർമ്മങ്ങളാകുന്ന മുതലകളാൽ ഗൃഹീതമായ അംഗം, കർമ്മമാകുന്ന മുതലകളാൽ പിടിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ശരീരമാണ് നമ്മളുടെ. ഈ ശരീരം കൊണ്ട് വേണമല്ലോ എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. ശരീരം ഒരു പ്രാരബ്ധമാണെങ്കിലും ഈ ശരീരത്തിനെ ഉപയോഗിച്ചിട്ട് തന്നെ വേണം നമ്മൾക്ക് ഭഗവാനെ ആശ്രയിക്കാൻ. ആശ്രയിക്കുമ്പോൾ ഇതൊരു പ്രാരബ്ധം ആവാതിരിക്കും. അവസാനം ആവശ്യം കഴിഞ്ഞാൽ ഇതിനെ ഉപേക്ഷിച്ചിട്ട് പോവാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു സമ്പ്രദായം. ശരീരമില്ലാതെ എന്തായാലും നമ്മൾക്ക് ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഈ സംസാരം എന്നതായ സാഗരത്തിൽ മുങ്ങുന്നതായിട്ടുള്ള നമ്മളുടെ ശരീരം എന്നതിനെ കർമ്മമാകുന്ന മുതലകൾ പിന്നെയും 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 പിന്നിലേക്ക് താഴേക്ക് പിടിച്ചു വലിക്കുകയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും പ്രയത്നിച്ച് നീന്തി കടക്കാം എന്നൊക്കെ വിചാരിക്കുമല്ലോ. നീന്തി കര കാണുക എന്നുള്ളത് വേറെ വിഷയം. എങ്കിലും വെള്ളത്തിൽ മുങ്ങിച്ചാവുക എന്നായാൽ മരിക്കും ഉറപ്പാവണം വരെ എന്തായാലും ശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുമ്പോഴും കർമ്മങ്ങളാകുന്ന മുതലകൾ പിന്നെയും പിന്നെയും പിന്നിലേക്ക് താഴേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കും. മുതല പിടുത്തത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ പല്ലുകളുടെ ഘടന അങ്ങനെയാണ്. രണ്ട് താഴെയുള്ള പല്ലുകൾക്കിടയിലേക്കാണ് മുകളിൽ നിന്നുള്ള ഒരു പല്ല് വന്നിറങ്ങുക. അതുപോലെ മുകളിലുള്ള രണ്ട് പല്ലുകൾക്കിടയിലേക്കാണ് ഒരു പല്ല് ചെന്ന് കയറുക. അത് വായ അടയ്ക്കുമ്പോൾ ചുരുക്കത്തിൽ മുതല പിടിച്ചാൽ അവിടെ നിന്ന് മുറിഞ്ഞ് അങ്ങോട്ട് കിട്ടുക എന്നല്ലാതെ അതിൽ നിന്ന് ഊരി വരിക എന്നുള്ളത് പറ്റില്ല. പക്ഷെ അതിന്റെ പല്ലുകൾ അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിൽ പെട്ടുകിടക്കുന്നവരാണ് നമ്മളൊക്കെ എന്നർത്ഥം. കർമ്മങ്ങൾ എന്നുള്ളത് അങ്ങനെയാണ്. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഈ കർമ്മങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കർമ്മങ്ങളാകുന്ന മുതലയുടെ പിടുത്തം കൊണ്ട് നമ്മൾ സ്വയം പരിശ്രമിച്ചാലും ഇവിടെ നിന്ന് കരകയറാൻ പറ്റാത്ത അളവിൽ നിൽക്കുകയാണ് ഈ സംസാരത്തില്. ആ നമ്മളെ മാം ഉദ്ധര ഭവാർണവാത്, ഈ സംസാരത്തിൽ നിന്ന് കരകയറ്റണേ എന്നുള്ളതായ പ്രാർത്ഥനയാണ് ആദ്യം ഭഗവാനോട് പറയാനുള്ളത്. സംസാര സാഗരത്തിന്റെ അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗവതത്തെ ആശ്രയിക്കുന്നത്. അതാണ് നമ്മളുടെ ജീവിത ലക്ഷ്യമായിട്ട് ഉണ്ടാവേണ്ടത്. ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മളെവിടെ എന്നുള്ളത് ബോധ്യം ഉണ്ടാവണ്ടേ. എന്നാലാണല്ലോ ഇനി എന്ത് എന്നുള്ളത് ആലോചിക്കേണ്ടി വരിക. നമ്മളെവിടെ, നമ്മളുടെ സാഹചര്യം എന്താണ്, അതിനെ സ്വയം മനസ്സിലാക്കുക. സംസാരം എന്ന സാഗരത്തിൽ കർമ്മങ്ങളാകുന്ന മുതലയുടെ പിടുത്തത്തിൽപ്പെട്ട് അത് പിന്നെയും പിന്നെയും താഴേക്ക് വലിക്കുന്ന സമയത്ത് കൂടുതൽ ദൈന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇതിനെ നമ്മൾ പരിശ്രമിച്ചത് കൊണ്ടൊന്നും കടന്നു പോരില്ല. ഭഗവാൻ തന്നെ കൃപ തന്നാലേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കരുണാനിധേ എന്ന് ഭഗവാനെ വിളിക്കുന്നത് തന്നെ. കരുണാനിധേ എന്ന് വിളിച്ചാൽ കാരുണ്യം തരിക എന്ന് തന്നെയാണല്ലോ അവിടെ അതിന്റെ ഉദ്ദേശം. വേറെ ഒരു നാമം ജപിക്കുന്നതിനേക്കാളും കരുണാനിധി എന്ന് ഇവിടെ ഭഗവാനെ വിളിക്കുന്നതിന്റെ കാരണം കാരുണ്യം വേണം. അല്ലാതെ ഇവിടെ നിന്ന് മറികടക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് ആ ദൈന്യ ഭാവത്തിൽ തന്നെ എന്തോ ചൊല്ലും സംസാരസാഗരെ വെക്കണം എന്നിങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല. ഇങ്ങനെ പെട്ടുകിടക്കുകയാണ് ഞാൻ എന്ന ബോധ്യത്തോടു കൂടിയിട്ട് തന്നെ ജപിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും കാരുണ്യം ഉണ്ടാവുക. അല്ലെങ്കിൽ എന്ന് ബോധ്യം വരണോ അന്ന് വരെ ഭഗവാനും കാത്തിരിക്കും. അല്ലാതെ ഈ കാരുണ്യം തന്നാൽ നമ്മൾക്കത് മനസ്സിലാവില്ല. ആ കാരുണ്യത്തിനെ അനുഭവിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ല. അപ്പൊ അങ്ങനെ ആവരുത് എന്നുള്ളത് കൊണ്ട് ആ ദൈന്യ ഭാവം നമ്മളുടെ ഈ പ്രാർത്ഥനയിലും ഉണ്ടാവണം. അങ്ങനെ ഇപ്പോൾ നമ്മൾക്ക് വീണ് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത്. ഈ പറഞ്ഞ സംസാരത്തിൽ നിന്ന് മറുകര കടക്കാനുള്ള ഒരു തോണിയായിട്ടോ അല്ലെങ്കിൽ ഒരു പിടിവള്ളിയായിട്ടോ ഒക്കെ നമ്മൾക്ക് ഭാഗവതത്തിനെ കണക്കാക്കാം. ഭാഗവതം എന്ന് പറയുന്നത് എന്ത് എന്നതിനെ അടുത്തതിൽ പറയുന്നു. ശ്രീമദ് ഭാഗവതാഖ്യ അയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. അവിടെ കൃഷ്ണ എന്ന് സ്വതേ വിസർഗം ഉണ്ട്.
വിസർഗം ഇടേണ്ട ആവശ്യമില്ല. ഏവ എന്ന സ്വരാക്ഷരം വന്നതുകൊണ്ടാണ് ആ വിസർഗം അവിടെ എഴുതാത്തത്. അതുകൊണ്ട് തന്നെ അത് കൃഷ്ണ കൃഷ്ണ എന്നോ കൃഷ്ണ എന്നോ വായിക്കുന്ന സമയത്ത് ഉച്ചരിക്കേണ്ട കാര്യമില്ല. കൃഷ്ണ ഏവഹി എന്ന് തന്നെ വേണ്ടു. ഒന്ന് മാത്രമേ ശ്രദ്ധിക്കാമല്ലോ, കൃഷ്ണ ഏവഹി എന്ന് ചെല്ലരുതെന്ന് മാത്രം. സ്വരാക്ഷരങ്ങളുടെ മുമ്പിൽ നിർത്തലുകൾ വന്നാൽ സ്വരാക്ഷരമായിട്ട് തന്നെ അവിടെ കേൾക്കണം. കൃഷ്ണ ഏവഹി എന്നേ വായിക്കാവൂ, സംശയമില്ല. കൃഷ്ണ ഏവഹി എന്ന യകാരം അവിടെ കയറി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മളുടെയൊക്കെ ഒരു സംസാര ശൈലി അങ്ങനെയാണ്. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്വീകൃത അസി മയാ നാഥ മുക്തിയർത്ഥം ഭവസാഗരെ എന്ന്. ഭവസാഗരെ എന്ന് ചില പുസ്തകത്തില് രണ്ട് വാക്കായിട്ട്, അതായത് ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഇട്ടിട്ട് എഴുതിയതുപോലെ പ്രിന്റിൽ ചിലതിലുണ്ട്. അത് ആ സ്പേസ് അവിടെ ആവശ്യമില്ല. ഭവസാഗരം എന്നുള്ളത് ഒറ്റ വാക്ക് തന്നെയാണ്. ശ്രീമദ് ഭാഗവതാഖ്യ അയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ശ്രീമദ് ഭാഗവതം എന്ന പേരുള്ള ഇത് പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണ്. ഏവ എന്നതിന് അവിടെ കുറച്ച് ബലം കൂടുതലുള്ള ഒരു വാക്കാണ്. ഏവ വെച്ചാൽ തന്നെ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ആ ഭഗവാനെ, പ്രത്യക്ഷ കൃഷ്ണനായിട്ടുള്ള ഭാഗവതത്തിനെ എന്ന് പറയാം, അല്ലെങ്കിൽ ഭാഗവതം തന്നെ ആയിട്ടിരിക്കുന്ന കൃഷ്ണനെ എന്നും പറയാം. സ്വീകൃത അസി, ഞാനിപ്പോ സ്വീകരിച്ചിരിക്കുന്നു. ഭഗവാനെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മളെ ഭഗവാനും സ്വീകരിക്കുക. ഞാനിതാ എന്റെ രക്ഷയ്ക്ക് ആയിക്കൊണ്ട് അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു. മയാ നാഥ, എന്നാൽ അങ്ങതാ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. നാഥ, നാഥ എന്ന് ഭഗവാനെ വിളിക്കുന്നത് ഇവിടെ നമ്മൾ ഇപ്പോഴും അനാഥമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന ബോധ്യത്തോടു കൂടിയിട്ടാവണം. എന്തിനാണ് ഭഗവാൻ ഇവിടെ നാഥനായിട്ട് നിൽക്കേണ്ടത്, രക്ഷകനായിട്ടൊക്കെ വരേണ്ടത് എന്ന് ചോദിച്ചാൽ, മുക്തി അർത്ഥം ഭവസാഗരെ, ഈ സംസാര സാഗരത്തിൽ നിന്നുള്ളതായ മുക്തിക്കായിക്കൊണ്ട് അങ്ങയെ ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. ഏത് രീതിയിലുള്ള ഭഗവാനെ? പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയായ ശ്രീമദ് ഭാഗവത സ്വരൂപത്തിലുള്ള ഭഗവാനെ ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഭാഗവതത്തെ ഞാനിതാ ആശ്രയിക്കുകയാണ്. കൃഷ്ണനെ പ്രത്യക്ഷമായിട്ട് നമ്മൾക്ക് കാണാൻ എളുപ്പമില്ല. അതിനുള്ള യോഗ്യതയിലേക്ക് ഇനിയും കുറെ വളരേണ്ടിയിരിക്കുന്നു. എന്നാൽ അതേ ഭഗവാൻ തന്നെയാണ് ഭാഗവതമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഭാഗവത മാഹാത്മ്യത്തിലൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. തേനേയം വാങ്മയീ മൂർത്തിഹി എന്നൊക്കെ പറയാം. ഞാൻ തന്നെയാണ് ഇനി വാങ്മയീ സ്വരൂപമായിട്ട് ഭാഗവതമായി മാറാൻ പോകുന്നത് എന്ന് ഭഗവാൻ ഭാഗവതത്തിന് മുൻപേ ഉദ്ധവനോട് പറയുന്നതായിട്ടുള്ള വാചകങ്ങളൊക്കെ മാഹാത്മ്യത്തിൽ നമ്മൾ കേൾക്കും, പഠിക്കുമ്പോൾ. അപ്പൊ ഭഗവാൻ തന്നെയാണ്, പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണ് ഭാഗവതം എന്ന നിറഞ്ഞ ബോധ്യത്തോടു കൂടിയിട്ട്, പ്രത്യക്ഷനായിട്ട് ഭഗവാനെ നമ്മൾക്ക് കാണാനുള്ള യോഗ്യതയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഒരു ഗ്രന്ഥമായിട്ടെങ്കിലും ഭാഗവതത്തെ നമ്മൾക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഭാഗവതത്തിന്റെ മഹത്വത്തെ മനസ്സിലാവണമെങ്കിൽ തന്നെ നമ്മൾ മാഹാത്മ്യം പഠിക്കണം. എന്നാലും അത് പഠനം മാത്രമേ ആവുള്ളൂ. അത് അനുഭവത്തിലും ബോധ്യത്തിലും വരാൻ കൂടുതൽ അതിലേക്ക് ഇറങ്ങുക തന്നെ വേണം. എന്നാൽ തന്നെ ഇത് മനസ്സിലാവുള്ളൂ. പക്ഷെ മഹത്വമുള്ളതാണ് ഭാഗവതം എന്നും ഈ ഭാഗവതത്തിലൂടെയാണ് രക്ഷയ്ക്കൊരു മാർഗമെന്നും എന്നുള്ള കാര്യം നമ്മൾക്ക് ബോധ്യം വന്നത് കൊണ്ടാണല്ലോ ഭാഗവതം നമ്മൾ പഠിക്കാനൊക്കെ തയ്യാറാവണം. അപ്പൊ ഭാഗവത സ്വരൂപിയായിട്ട് നമുക്ക് ഇപ്പൊ ഭഗവാനെ ഈ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ഭാഗവതത്തെ ആശ്രയിച്ചു ഞാനിത് ആശ്രയിക്കുന്നു എന്ന് തന്നെയാണ് ഞാനിത് അങ്ങയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. എന്തിന്? ഈ സംസാര സാഗരത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായിക്കൊണ്ട് ഭാഗവത സ്വരൂപിയായിട്ടുള്ള നാഥനായിട്ടുള്ള അങ്ങയെ, പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയായിട്ടുള്ള അങ്ങയെ ഞാനിത് ആശ്രയിക്കുന്നു എന്ന് രണ്ടാമത്തെ പ്രാർത്ഥന. ഇപ്പൊ നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഇത് ഭംഗിയാക്കുക എന്നുള്ളതാണ്. ഭാഗവതം പഠിക്കുക, അല്ലെങ്കിൽ ഭാഗവതം വായിക്കുക. അത് തന്നെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുക. മനോരഥ മദീയഃ അയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേന ഏവ കർത്തവ്യഃ ദാസഃ അഹം തവ കേശവ. അവിടെ കർത്തവ്യോ എന്ന് കാണും. നിർത്തിയാൽ കർത്തവ്യ എന്ന് തന്നെയാണ് ചൊല്ലേണ്ടത്. ഇത് നമ്മൾ മുൻപ് ധ്യാന ശ്ലോകത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
ഓ എന്ന് വന്നിട്ടാണെങ്കിലും വിസർഗമുള്ള വാക്കുകളാണെങ്കിൽ ശ്ലോകത്തിൽ അങ്ങനെ ഉണ്ടാവും. നിർത്തുമ്പോൾ വിസർഗം ചൊല്ലിയിട്ട് വേണം നിർത്താൻ എന്ന് പശ്യന്തിയം യോഗിന എന്നൊക്കെ പറഞ്ഞെടുത്തുണ്ട്. അപ്പൊ അതുപോലെ കർത്തവ്യ എന്ന് തന്നെയാണ് അവിടെ വാക്ക്. കർത്തവ്യോ എന്നാണ് ശ്ലോകത്തിൽ ഉണ്ടാവുക. ഒരുമിച്ച് ചൊല്ലുകയാണെങ്കിൽ കർത്തവ്യവും ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ നിർവിഘ്നേന ഇവ കർത്തവ്യ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ചൊല്ലാം. അയം മദീയ മനോരഥ, അല്ലെങ്കിൽ മദീയ അയം മനോരഥ, എൻ്റെ ഈ മനോരഥത്തിന്. ഏതാണ് മനോരഥം എന്നാണെങ്കിൽ ഭാഗവതത്തിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനൊരു തടസ്സമില്ലാണ്ടിരിക്കണ്ടേ? അതിനെ വേണ്ട പോലെ സഫല സർവഥാത്വയ, അങ്ങയാൽ എല്ലാ പ്രകാരത്തിലും ഇത് സഫലമായിട്ട് വരണം. ഭാഗവതത്തിനെ ആശ്രയിക്കുക എന്നുള്ള എൻ്റെ ആഗ്രഹം എല്ലാ പ്രകാരത്തിലും എനിക്കത് സഫലമായിട്ട് വരണം. നിർവിഘ്നേന ഏവ, ഒരു തരത്തിലുള്ള വിഘ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ അത് നടന്നു വരണം. അതിനായിട്ട് ദാസഹ അഹം തവ കേശവ, കേശവനായ അങ്ങയുടെ ദാസനാണ് ഞാൻ എന്ന് ദാസ്യഭാവത്തിൽ ഭഗവാനെ നമസ്കരിക്കുകയാണ്. കാരണം പ്രഭുവായിട്ട് ഭഗവാൻ നിന്ന് നമ്മൾക്ക് ഭാഗവതത്തെ ആശ്രയിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെയും കൂടി ഇല്ലാതാക്കി തീർത്ത് ഭാഗവതത്തെ ആശ്രയിക്കുക എന്നുള്ള നമ്മളുടെ മനോരഥത്തിന്, ആ മനോരഥം എന്നുള്ളത് ആത്മാർത്ഥമായിട്ടാവണം. വെറുതെ ഇങ്ങനെ ഞാനും പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും പഠിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കുറവ് വേണ്ട എന്നും പറഞ്ഞ് ഭാഗവതം പഠിക്കാൻ വന്നിട്ട് അതല്ല. അതിലേക്ക് അത്രയും അർപ്പണബോധത്തോട് കൂടിയിട്ടാകുമ്പോഴാണല്ലോ ഭഗവാനും എന്നിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എന്നാ പിന്നെ നേരെയാക്കി കൊടുക്കുക എന്നൊരു തോന്നല് ഭഗവാൻ ഉണ്ടാവണ്ടേ? അപ്പൊ ആ രീതിയിൽ നമ്മൾക്കതിൽ നിറഞ്ഞ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഉള്ളൊരു പ്രാർത്ഥനയാകുമ്പോൾ അതിനെ സഫലീകൃതമാക്കാൻ തടസ്സമായിട്ട് വല്ല വിഘ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും തീർത്ത് നിന്ന് ഭഗവാൻ പ്രഭുവായിട്ട് നിന്ന് അനുഗ്രഹിക്കണം. അതിനാദ്യം വേണ്ടതാണ് നമ്മൾക്ക് ദാസോഹം എന്നതായിട്ടുള്ള ഭാവം. ഈ ദാസോഹം തവ കേശവ എന്ന് ഭഗവാനെ അങ്ങയുടെ ദാസനാണ് ഞാൻ എന്നുള്ള പ്രാർത്ഥനയൊക്കെ എന്തിനാദ്യമേ ഉൾപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളുടെ ഭാവമൊക്കെ മാറും. ഇപ്പൊ കുഴപ്പമുണ്ടാവില്ല, ഇപ്പൊ കിട്ടണില്ലല്ലോ വായിക്കാൻ. വായനയൊക്കെ അത് ശരിയായി തുടങ്ങി കുറച്ച് നാളെ പഠിത്ത ഭാഗവതത്തിൽ പോയി ഏതാണ്ട് പാരായണമൊക്കെ ശരിയാവുന്നുണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നന്നായിട്ട് വായിക്കുന്നൊക്കെ ഒരു തോന്നലുണ്ട്. അത് എന്ന് തോന്നണം അന്ന് കഴിഞ്ഞു, പിന്നെ അവിടുന്ന് വായന നേരെയാവില്ല. അങ്ങനെയാണ് ഭാഗവതത്തിന്റെ ഒരു കാര്യം, അല്ലാതെ വേറെ ഒന്നും കുഴപ്പമുണ്ടായിട്ടല്ല. ഭാഗവതത്തിനെ എനിക്ക് വളരെ സുലഭമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നിടത്ത് ഭാഗവതം നീ ഒന്ന് നോക്ക് എന്ന് ഭാഗവതവും വിചാരിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ ആ ദാസ്യഭാവം നമ്മൾക്ക് ഒരിക്കലും ഇല്ലാതാവരുത്. നമ്മൾ എത്ര കാലം ഭാഗവതം പഠിച്ചാലും ശരി, പിന്നെയും ഭാഗവതത്തിലേക്ക് നോക്കുമ്പോൾ അത് പുതിയ പുതിയ പാഠങ്ങളെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയാതെ ഭാഗവതം വായിക്കുമ്പോഴാണ് പേപ്പർ വായിക്കുന്ന പോലെ, ഒരു പുസ്തകം പോലെ അങ്ങനെയൊക്കെ വായിക്കുന്ന സമയത്താണ് ഞാൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊരു സ്റ്റേജാണ്. ഈ നന്നായിട്ട് വായിക്കുമ്പോൾ എനിക്ക് തെറ്റില്ലാണ്ട് വായിക്കാൻ പറ്റും, ആവർത്തനങ്ങളില്ലാണ്ട് വായിക്കാൻ പറ്റും, പദങ്ങളൊക്കെ മനസ്സിലാക്കി വായിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു തോന്നലിൽ ഒരു തലപൊങ്ങലുണ്ട്. അതൊരു ഘട്ടമാണ്. അതിനെ മറികടന്നാലേ പറ്റുള്ളൂ. ഒന്നുകിൽ ആ ഘട്ടത്തിൽ താഴെ വീഴാതിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിപൂർവം, ഇത് ബുദ്ധി അല്ലാണ്ട് വേറെ ഒന്നും അവിടെ പ്രയോഗിക്കാനില്ല. ഈ വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല, ഇനിയും വായിക്കാൻ കിടക്കണം, ഇനിയും പഠിക്കാൻ കുറെ ഉണ്ട് എന്ന് സ്വയം ബുദ്ധി കൊണ്ട് പറഞ്ഞ് 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 നമ്മളുടെ തല പൊങ്ങുന്നില്ല എന്ന് നമ്മൾ തന്നെ ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരേ ഒരു മാർഗം ഗുരുനാഥന്മാരാണ്. അവര് ശിഷ്യന്മാരായിട്ടുള്ളവരെ കണ്ടെത്തിയിട്ട് തല പൊങ്ങുമ്പോ ആ തലയിൽ ഇങ്ങനെ കൊട്ടാൻ നിൽക്കണം. അതിനിപ്പോ അങ്ങനെ കൊട്ടാനും പറ്റില്ല. കൊട്ടിയാൽ തിരിച്ചു കൊട്ടിയിട്ട് പോണ ശിഷ്യന്മാരാണ് അധികമുള്ളത് എന്നുള്ളത് കൊണ്ട് ഗുരുനാഥന്മാര് എന്തിനാ വെറുതെ എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിടുക പതിവ്. കാരണം ഭാഗവതം ഇവരെയൊക്കെ കൈകാര്യം ചെയ്യും. അതന്നെയാണ് ഗുരുനാഥന്മാരുടെ ധൈര്യം. ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് കൊടുക്കേണ്ടത് എന്താണത് ഭാഗവതം കൃത്യമായിട്ട് കൊടുക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഗുരുനാഥന്മാരും അങ്ങനെ വിടും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പഴയ പോലെ അത്രയും അങ്ങോട്ട് നിഷ്കരിഷിക്കാനൊന്നും നിന്നോളണമെന്നില്ല. പഠതൂലം അങ്ങനെ ആവില്ല, അതിന് സംശയമില്ല. കൊട്ടേണ്ടടുത്ത് കൊട്ടും, അതിന് യാതൊരു സംശയമില്ല. കാരണം ഭാഗവതം വായിക്കുന്നത് വൃത്തിയായിട്ടാവുക എന്നുള്ളതിന് തർക്കമില്ലാത്ത വിഷയമാണ്. അവിടെ ഇത് ഒരു തടസ്സമാവും എന്നുള്ളതാണ്. ഈ
വിഘ്നമില്ലാതെ എന്ന് പറയുമ്പോൾ എനിക്ക് വായിക്കാൻ പറ്റും എന്നുള്ള തോന്നലും ഒരു വലിയ തടസ്സവും. പിന്നെ അവിടുന്ന് മുമ്പിലേക്ക് മുമ്പ് നന്നായിട്ട് വായിച്ചതുപോലും പിന്നെ നന്നായിട്ട് വായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. അതില്ലാതിരിക്കാൻ നമ്മളുടെ ബുദ്ധിയിൽ നമ്മൾ തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. എത്ര തവണ പഠിച്ചാലും എത്ര തവണ വായിച്ചാലും പിന്നെയും അതിനെ അറിഞ്ഞു തുടങ്ങിയാൽ എന്നിട്ട് നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് പുതിയ 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 അറിവുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മള് പഠനവും ഭാഗവതം ആദ്യത്തെ ബാച്ച് ക്ലാസ് എടുത്തതാണ്. രണ്ടാമത്തെ ബാച്ച് ക്ലാസ് എടുക്കുമ്പോൾ വീണ്ടും അന്ന് നോക്കിയതൊക്കെ ഒന്നുകൂടി നോക്കുന്ന സമയത്ത് പുതിയ കാര്യങ്ങൾ പറയാൻ നമ്മളുടെ ബുദ്ധിയിൽ തെളിയുന്നുണ്ട്. പുസ്തകത്തിലേക്ക് ശ്ലോകത്തിലേക്ക് നോക്കുമ്പോൾ പുതിയ അർത്ഥങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ അനുഭവം കൊണ്ടും കൂടിയാണ്. ഇന്ന് നോക്കി അർത്ഥം പറഞ്ഞ ശ്ലോകത്തിന് നാളെ നോക്കുമ്പോൾ വേറെ അർത്ഥമൊക്കെ അതിനുള്ളിൽ നിന്ന് പ്രകാശിച്ചു വരും. അതിനുള്ള ആഴം ഭാഗവതത്തിനുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച് ഇത് അവസാനിപ്പിക്കലുണ്ടാവില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സമാധാനത്തിന് മുമ്പിലേക്ക് പോകാം. ഗ്രന്ഥം എല്ലാ ശ്ലോകങ്ങളും നോക്കിയെത്തി അവസാനിപ്പിക്കാമെന്നല്ലാതെ ഇതിലുള്ള അറിവുകൾ മുഴുവൻ സമാഹരിച്ച് ഒരു കാലത്തും അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ അറിഞ്ഞു, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളതായ തോന്നലുകൾ നമ്മൾക്ക് ഇതിനൊരു തടസ്സമായിട്ട് മാറുന്നുള്ളതിന് സംശയമില്ല. അപ്പൊ ആ തോന്നലുകൾ ഇല്ലാതിരിക്കാൻ എന്നും ഈ ദാസനാണ് ഞാൻ ഭഗവാനാണ് പ്രഭു എന്ന ബോധ്യം നമ്മളുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെ പ്രധാനമായിട്ടും ഈ ദാസോഹം എന്നുള്ള പ്രാർത്ഥനയെ അതിൽ ഉൾപ്പെടുത്തുന്നത്. പുറമേയുള്ള തടസ്സങ്ങളൊക്കെ മാറിയാലും ഇത് നമ്മളുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന തടസ്സങ്ങളാണ്. നമ്മൾക്ക് ഭാഗവതം പഠിക്കാൻ 3 തരത്തിലാണ് തടസ്സങ്ങൾ വരിക. ഒന്ന്, നമ്മൾ പ്രതീക്ഷിക്കാതെ പുറമേ നിന്ന് വരുന്ന. മറ്റൊന്ന്, നമ്മൾക്ക് തന്നെ ഇനിയിപ്പത് പിന്നെ ആവാം എന്നിങ്ങനെയുള്ളൊരു ആലസ്യം കൊണ്ട് അങ്ങനെ ഒരു തടസ്സം വരാം. പിന്നൊന്ന് ഇതാണ്. ഇത് രണ്ടും നമുക്ക് നേരെയാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ മടി പിടിച്ചിരുന്നാൽ പറ്റില്ല എന്നൊക്കെ സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്സാഹിച്ച് നമുക്ക് നേരെയാക്കാം. പുറമേ നിന്ന് വരുന്ന സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് ഭാഗവതം പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഒഴിവായി നിൽക്കാം. ഇത് രണ്ടും പറ്റും. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് ഭാഗവതം പഠിക്കാൻ വായിക്കാനൊക്കെ തടസ്സം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ കുറച്ചൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളതായ ചില തോന്നലുകൾ വരണം. അത് ഒഴിവാക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ അറിയാതെയാണ് ഇത് കയറി വരിക. അപ്പൊ അതുകൊണ്ട് അവിടെ ഭഗവാൻ പ്രഭുവായിട്ട് നിന്ന് നിയന്ത്രിച്ചു കൊണ്ട് നടന്നാൽ തന്നെയേ ഇത് സാധ്യമാവുള്ളൂ. അതിനാ ദാസ്യഭാവം എന്നും ഉണ്ടാവണം എന്നും കൂടിയുള്ള പ്രാർത്ഥനയാണ് മനോരഥോ മതീയോയം എന്നതായ പ്രാർത്ഥന. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഭാഗവതത്തെ പറഞ്ഞു തരുന്നത് ഗുരുവാണ്. പരമഗുരുവായിട്ടിരിക്കുന്ന ആള് ശ്രീശുഖ ബ്രഹ്മഋഷി തന്നെയാണ്. ആ ശ്രീശുഖ ബ്രഹ്മഋഷിയെ പൂജിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വക്താവായിട്ടുള്ള ഒരാളെ, വക്താരം ചാഥ പൂജയെ എന്നതിൻ്റെ ഇടയിൽ ഒരു ശ്ലോകമൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പഠിക്കുന്നിടത്ത് വിസ്തരിച്ച് പഠിക്കാം. ഭാഗവതം പറഞ്ഞു തരുന്ന വക്താവിനെ വേണ്ട രീതിയിൽ ഈ സ്തോത്രങ്ങളൊക്കെ സ്തുതിച്ച് ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് ഭാഗവതം പറഞ്ഞു തരാനിരിക്കുന്ന വക്താവിനെ വേണ്ട രീതിയിൽ പൂജിക്കേണ്ടതാണ്. അത് ആരോ ആയിക്കോട്ടെ. ശ്രീശുഖ ബ്രഹ്മഋഷി ആകെ പരീക്ഷത്തിന്റെ മുമ്പിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭാഗവതം പറഞ്ഞു തരുന്നതായിട്ടുള്ളവർ ആരായാലും ശരി, അവരെ ശ്രീശുഖ രൂപമായിട്ട് കാണണം എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ അർത്ഥം അതാണ്. അവിടെ സുഖരൂപ എന്നാണ്. ശ്രീശുഖനായിട്ടുള്ള ഭഗവാനെ നേരിട്ട് വിളിക്കുകയല്ല, പറഞ്ഞു തരുന്നവനെ സുഖരൂപനായിട്ട് കാണുക. സുഖരൂപ, പ്രബോധജ്ഞ, എല്ലാ അറിവും നിറഞ്ഞവൻ. പ്രബോധജ്ഞൻ എന്ന് പറയുമ്പോൾ പലതരത്തിൽ അതിന് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ എങ്ങനെ പ്രബോധനം ചെയ്യണം. ബോധനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ബോധിപ്പിക്കുക എന്നർത്ഥം. പ്രബോധനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രകർഷണ ബോധിപ്പിക്കുക, നല്ല രീതിയിൽ നിറഞ്ഞ ബോധത്തിലേക്ക് ഒരുത്തനെ എത്തിക്കുക. പ്രബോധജ്ഞൻ എന്ന് പറയുന്നിടത്ത് നല്ല രീതിയിൽ ഒരുവനെ വേണ്ട ബോധം എന്താണോ അത് കൊടുത്ത് അതിലേക്ക് എത്തിക്കുന്നതിന് എന്ത് വേണോ അതിനെക്കുറിച്ചുള്ള എല്ലാ അറിവും ഉള്ളവൻ എന്നർത്ഥം. ഇത് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. പിന്നെ പ്രബോധജ്ഞൻ എന്ന് പറഞ്ഞാൽ സ്വയം ആത്മസ്വരൂപം എന്താണോ അതിനെ അറിഞ്ഞവൻ എന്നർത്ഥമുണ്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള പ്രബോധനങ്ങളും ഉണ്ടാവുന്നത് ശാസ്ത്രാദികളിൽ നിന്ന് തന്നെയാണ്. അതിനെയൊക്കെ അറിഞ്ഞവൻ എന്നർത്ഥമുണ്ട്. അർത്ഥം ഇവിടെ കൽപ്പിക്കേണ്ട. അടുത്ത വാചകത്തിൽ പറയുന്നത് സർവശാസ്ത്ര വിശാരദ എന്ന് വിളിക്കുകയാണ്. സർവശാസ്ത്രങ്ങളുടെയും അറിവുകളുള്ളവൻ, സർവശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുള്ളവനായവനെ.
എന്ന് കഥ പറയുന്ന, നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്ന ആളെ സ്തുതിക്കേണ്ടത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഗുരുവായിട്ട് നമ്മൾ കണ്ട് സ്തുതിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ ഇപ്പോ ഭാഗവതം പഠിക്കുന്ന വെച്ചപ്പോ ഞങ്ങളെയൊന്നും ഈ കണക്കിലൊന്നും പെടുത്തണ്ട, അവിടേക്കൊന്നും എത്താറൊന്നും ആയിട്ടില്ല. പക്ഷെ മനസ്സിൽ ഒരു ഗുരുസങ്കല്പം ഉണ്ടാവണം. ഇപ്പൊ ശ്രീശുഖ ബ്രഹ്മർഷി തന്നെയാണ് പരമ ഗുരുനാഥനായിട്ട് എല്ലാവർക്കും ഉള്ളത്. അതിൽ യാതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. ശ്രീശുഖ ബ്രഹ്മർഷിയെ തന്നെ നമ്മൾക്ക് മനസ്സിൽ ഇപ്പൊന്നും അറിയില്ല ആചാരം. ഈ പ്രഥമസ്കന്ധത്തിലെ 19ാമത്തെ അധ്യായത്തിൽ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ സ്വരൂപമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ പഠിക്കാം. അതുവരെ ഒരു ഋഷിയുടെ രൂപമെങ്കിലും നമ്മളുടെ മനസ്സിലുണ്ടാക്കുക, അതാണ് ശ്രീശുഖൻ നമ്മൾ വിചാരിക്കുക. എന്നിട്ട് ആ ഒരു സ്വരൂപത്തിനെ നമുക്കൊരു ഗുരുവായിട്ട് കാണാൻ പറ്റണം. എന്നിട്ട് ശ്രീശുഖ സ്വരൂപത്തിലിരിക്കുന്നവനെ, എല്ലാ തരത്തിലും എന്നെ വേണ്ട രീതിയിൽ ബോധിപ്പിക്കാൻ കഴിവുള്ളവനെ, അറിവുള്ളവനെ, എല്ലാ ശാസ്ത്രങ്ങളുടെയും അറിവുള്ളവനായവനെ എന്ന് വിളിച്ചുകൊണ്ട് ഏതത് കഥാപ്രകാശേന, ഈ കഥാപ്രകാശം കൊണ്ട്, ഭാഗവതമാകുന്ന കഥാപ്രകാശം കൊണ്ട് മത് അജ്ഞാനം വിനാശയ, മതജ്ഞാനം വിനാശയ എന്ന് അവിടെ മതജ്ഞാനം എന്നൊരിക്കലും വായിക്കരുത്, മത് അജ്ഞാനം. അതിനി പാരായണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയുന്നിടത്ത് കൃത്യമായിട്ട് മലർത്തി വായിക്കേണ്ടത് പറഞ്ഞു തരും. എൻ്റെ അജ്ഞാനത്തെ, ഈ കഥയാകുന്ന കഥകളുടെ പ്രകാശം കൊണ്ട് എൻ്റെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്നതായ അജ്ഞാനം എന്ന് വെച്ചാൽ അറിവില്ലായ്മ, അന്ധകാരം, അതിനെ വിനാശയ, നശിപ്പിച്ചു തരണം, എല്ലാ തരത്തിലും അതിനെ ഇല്ലാതാക്കി തരണം എന്ന്. കഥാപ്രകാശം നമ്മളുടെ ഉള്ളിൽ തെളിയാൻ വേണ്ടത് എന്ത് എന്നുള്ളതും കൂടി ഇതിനുള്ളിലൂടെ പറഞ്ഞു തരണം. കഥാപ്രകാശം, നമ്മളിപ്പോ ആരുടെയെങ്കിലും പ്രഭാഷണം കേൾക്കുകയാണ്, ഈ പ്രഭാഷണമൊക്കെ കേൾക്കാൻ പോകുന്ന സമയത്ത് ആദ്യം നമ്മളുടെ ചിന്ത ഇയാൾ എന്താ പറയണേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുക. അയാൾ എന്തോ പറഞ്ഞോട്ടെ, നമുക്ക് അതിൽ നിന്ന് കിട്ടാനുള്ളത് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അയാൾ എന്താ പറയണത്, ആ പറയണതിൽ തെറ്റുണ്ടോ എന്ന് നോക്കലാണ് നമ്മളുടെ ബുദ്ധിയുടെ ഒരു കുഴപ്പമാണ്. ഭാഗവതം തന്നെ പറഞ്ഞു തരും, വേണം, ഹൃദയം കൊണ്ട് വേണം ഭാഗവതം കേൾക്കാൻ. അതിൽ ആര് പറയണതായാലും കേൾക്കുന്നത് മനസ്സുകൊണ്ടാവണം. ബുദ്ധി കൊണ്ട് കേട്ടാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടത് വെച്ചിട്ട് ഇപ്പൊ കേൾക്കുന്നതിന് ഇങ്ങനെ താരതമ്യം ചെയ്യുക, ഇത് അവിടെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇത് ഇങ്ങനെ ഞാൻ അറിഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, ഇത് ശരിയാണോ, ഈ സംശയങ്ങൾ ബുദ്ധി കൊണ്ട് കേട്ടാണ്ടാവും. കാതുകൊണ്ട് വെറുതെ കേട്ടിട്ട് കാര്യമില്ല, അത് കേട്ടാൽ അവഴിക്കേണ്ടത്. മനസ്സുകൊണ്ട് കേട്ടാൽ കേട്ടത് ബുദ്ധിയിലേക്ക് എത്തിക്കോളും. അങ്ങനെ അതുകൊണ്ട് മനസ്സ് തുറന്നു വെച്ച് കേൾക്കുക. അങ്ങനെ മനസ്സ് തുറന്നു വെച്ച് കേൾക്കുന്നിടത്ത് പറയുന്നവൻ എത്ര അറിവുണ്ട് അറിവില്ല എന്നുള്ളതല്ല വിഷയം. പറയുന്നവന്റെ അവൻ പറയാൻ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭഗവാൻ കയറ്റി ഇരുത്തിയതാണല്ലോ, സംശയമില്ല. അപ്പൊ ആ ഒരു സ്ഥാനത്തിനെ കൊടുത്തുകൊണ്ട് ഒരു ഗുരുസങ്കല്പം, അത് ആരോ ആയിക്കോട്ടെ, നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും പറഞ്ഞു തരുന്നവൻ ഗുരുവാണ് എന്നുള്ളൊരു സങ്കല്പത്തിൽ ഇരുന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് കേട്ടിട്ട് കിട്ടേണ്ടത് കിട്ടുള്ളൂ. അദ്ദേഹം എന്ത് പറയുന്നു, പറഞ്ഞത് നമുക്ക് മനസ്സിലാവുണ്ടോ ഇല്ലയോ, നമ്മൾക്ക് ആ ഒരു ഗുരുശിഷ്യ ബന്ധം സ്വയം സങ്കല്പിച്ചെടുക്കാം. അദ്ദേഹം പ്രഭാഷണം കഴിയും, അദ്ദേഹത്തിന്റെ വഴിക്ക് പോകും, നമ്മൾ നമ്മളുടെ വഴിക്ക് വരും, പിന്നെ കാണുമോ ഇല്ലയോ ഇതൊന്നും അറിയില്ല. പക്ഷെ കേൾക്കുന്ന 1 മണിക്കൂർ സമയമാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സമയം ആണ് എങ്കിൽ അതിൽ ആ ഒരു ഗുരുശിഷ്യ ബന്ധത്തിനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചെടുക്കാൻ പറ്റുമ്പോഴാണ് ഈ പറയുന്നത് ഉള്ളിലേക്ക് എത്തുന്നതായ ഒരു തരംഗമുണ്ട്. അത് കൃത്യമായിട്ട് സഞ്ചരിക്കണമെങ്കിൽ ഇതുണ്ടാവണം. അതിനാണ് ഇങ്ങനൊന്ന് പറഞ്ഞു തരുന്നത്. ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ അപ്പോഴേ സാധിക്കുള്ളൂ. അവിടെ ആ ഗുരു ബോധം ആ വ്യക്തിയിൽ നമുക്ക് ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശ്രീശുഖനായിട്ട് തന്നെ കണ്ടോളാൻ പറയണത്. ഒരിക്കലും കുറച്ച് കാണരുത് എന്നുള്ളതുകൊണ്ടാണ് ശ്രീശുഖനായിട്ട് തന്നെ കണ്ടോളാൻ പറയുന്നത്, കുറവ് കാണരുത്. കാരണം ശ്രീശുഖനെ പോലെ ഇത്ര നിറവുള്ളൊരു വക്താവ് ലോകത്തിൽ വേറെ ഇല്ല. അതുകൊണ്ട് ഉത്തമ വക്താവായിട്ട് ഭാഗവതം കാണിച്ചു തരുന്നതും ശ്രീശുഖനെയാണ്. അപ്പൊ ആ നിറവോട് കൂടിയിട്ട് ആ വ്യക്തിയെ കാണും. ആ വ്യക്തിയുടെ ഗുണദോഷങ്ങളെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. പറയുന്ന വാക്കുകൾ എന്തോ അത് കേൾക്കുക, അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താണോ അത് കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ട് പോലും പരിശ്രമിക്കേണ്ട. ആ വ്യക്തിയെ, അല്ലെങ്കിൽ ആ വാക്കുകളെ ഒരു ഗുരുവിന്റെ വാക്കുകളെ, വ്യക്തിയെ പോലും കാണണ്ട, ആ വാക്കുകളെ ഒരു ഗുരുവിന്റെ വാക്കുകളെ കണ്ടാൽ ഒരു ശിഷ്യഭാവത്തിൽ നമ്മൾക്ക് എത്താൻ സാധിച്ച, അദ്ദേഹം ഒന്നും നമ്മളെ ശിഷ്യനായിട്ടൊന്നും സ്വീകരിക്കാൻ പോകില്ല, അതൊക്കെ വേറെ വിഷയം. നമ്മൾക്കൊരു ശിഷ്യഭാവത്തിൽ സ്വീകരിക്കാൻ സാധിച്ചാലാണ് ഈ കഥാപ്രകാശം എന്നത് നമ്മുടെ ഉള്ളിൽ വേണ്ട പോലെ തെളിയുള്ളൂ. അപ്പോഴേ നമ്മൾക്ക് അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയാണ് 4 ശ്ലോകങ്ങൾ. ഇതല്ലാതെ പിന്നെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ ചെല്ലുന്നതായ ശ്ലോകം എന്ന് പറയുന്നത് ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ
ഭാഗവത പഠനം ദേവ സഫലം കുരു സർവദ. ഇത് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുള്ള ശ്ലോകമാണ്. ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ എന്നൊക്കെ ഭഗവാനെ വിളിച്ചുകൊണ്ട് സപ്താഹശ്രവണം എന്നൊക്കെയാണ് ആ ശ്ലോകം. അത് സപ്താഹം കേൾക്കുമ്പോൾ, സപ്താഹത്തിന്റെ അവിടെ പോയിരിക്കുമ്പോൾ സപ്താഹശ്രവണം ദേവ എന്ന് പ്രാർത്ഥിക്കുക. ഭാഗവതം വേറെ എവിടെന്നെങ്കിലും ഒക്കെ കേൾക്കുകയാണെങ്കിലും ഭാഗവത ശ്രവണം ദേവ എന്ന് പ്രാർത്ഥിക്കുക. ഇപ്പൊ നമ്മൾ ഭാഗവതം പഠിക്കുകയാണ്, അതുകൊണ്ട് ഭാഗവത പഠനം ദേവ സഫലം കുരു സർവദ. എപ്പോഴും അതിനെ സഫലമാക്കി തരണേ എന്ന്, എല്ലാ തരത്തിലും സഫലമാക്കി തരണേ എന്നുള്ളതായ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ് അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്നുള്ള പ്രാർത്ഥന. അന്യഥാ ശരണം ന അസ്തി, അങ്ങല്ലാതെ മറ്റൊരു തരത്തിലും എനിക്ക് വേറൊരു ശരണമില്ല. അന്യഥ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് ഒരു ശരണമില്ല. ത്വം ഏവ ശരണം മമ, അങ്ങ് മാത്രമാണ്, അങ്ങ് തന്നെയാണ് എനിക്ക് ശരണമായിട്ടുള്ളത്. തസ്മാത്, അതുകൊണ്ട് കാരുണ്യഭാവേന, അങ്ങയുടെ കാരുണ്യഭാവം കൊണ്ട് രക്ഷ രക്ഷ, എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഇഷ്ടദേവതാ പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സ്വതേ രക്ഷ രക്ഷ ജനാർദ്ദന എന്നാണ്. ഇത് തന്നെ രക്ഷ രക്ഷ മഹേശ്വര എന്നും രക്ഷ രക്ഷ മഹേശ്വരി എന്നും രക്ഷ രക്ഷ മഹാപ്രഭോ എന്നും രക്ഷ രക്ഷ ഗജാനന എന്നും ഒക്കെ, രക്ഷ രക്ഷ ഷഡാനന, ഇങ്ങനെയൊക്കെ ഓരോ ദേവതകളെ ഇഷ്ടദേവതകളായിട്ട് കാണുന്നവർക്ക് ഈ അവസാനത്തെ നാമത്തെ ആ വൃത്തത്തിൽ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ വാക്കുകൾ മാറ്റി പ്രാർത്ഥിക്കാം. പൊതുവിൽ നമ്മൾ ഭാഗവതത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നിടത്ത് രക്ഷ രക്ഷ ജനാർദ്ദന എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കാറ്. അതില് ഈ രക്ഷ രക്ഷ എന്നുള്ള അക്ഷരങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. രക്ഷ രക്ഷയൊന്നും ആവരുത് എന്നുള്ളത് ഇനി വായിക്കുമ്പോൾ പറയും. അപ്പൊ ഇതാണ് പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള പ്രാർത്ഥനാ ശ്ലോകങ്ങള്. ഇനി ഒരു ശ്ലോകം കൂടി ഉള്ളത് ഭാഗവത സ്വരൂപിയായിട്ട് ഭഗവാനെ നമ്മൾ കണ്ടുവരുന്നു. അപ്പൊ അതില് ഭാഗവത കഥാസ്വരൂപിയായിട്ട് ഭഗവാനെ കാണുന്ന ശ്ലോകം കഥാമയീം, അതും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. കഥാമയീം ഭാഗവത അഭിധാനാം ഹരേ തനും തേ ചരിതൈഹി ത്വദീയൈഹി യഥാ മതിഹി ത്വത്പരിതോഷകാമഃ സ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഇങ്ങനെയാണ് ഇതിലെ പദങ്ങൾ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനുന്തേ. ഹരേ എന്ന ആദ്യം ഭഗവാനെ വിളിക്കുന്നു. ഹരേ എന്ന് ഭഗവാനെ വിളിച്ചിട്ട് പറയുകയാണ് തേ തനു, അങ്ങയുടെ ശരീരം എന്നുള്ളത് ഭാഗവതാഭിധാനാം കഥാമയീം, ഭാഗവതം എന്ന പേരിലുള്ള കഥാസ്വരൂപമായിട്ടിരിക്കുന്നതാണ് അങ്ങയുടെ ശരീരം. ആ അങ്ങയെ ചരിതൈഹി ത്വദീയൈഹി, അങ്ങയുടെ ചരിതങ്ങളെ കൊണ്ട് യഥാമതിഹി, എങ്ങനെയാണോ എൻ്റെ ബുദ്ധിയിലുള്ളത്. അങ്ങനെ ഭഗവാന്റെ ചരിതങ്ങൾക്ക് അവസാനമില്ല, അത് മുഴുവൻ നമ്മളുടെ ബുദ്ധിയിൽ ഗ്രഹിക്കാനും എളുപ്പമില്ല. എന്നാലും യഥാമതിഹി, എൻ്റെ ബുദ്ധിയിൽ എങ്ങനെയാണോ അങ്ങയുടെ ചരിതങ്ങൾ തെളിയുന്നത്, കഥാമയി സ്വരൂപമായിട്ടിരിക്കുന്ന അങ്ങയുടെ ഈ കഥകള് എങ്ങനെയൊക്കെ എൻ്റെ ബുദ്ധിയിൽ തെളിയുന്നോ, ത്വത്പരിതോഷകാമഃ, അങ്ങയെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഇപ്പൊ ഞാൻ. ഭഗവാനെ സന്തോഷിപ്പിക്കൽ മാത്രമേ നമുക്ക് ഉദ്ദേശമുള്ളൂ. അപ്പൊ ത്വത്പരിതോഷകാമഃ, അങ്ങയെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഞാൻ സ്തൗമി, ഞാനിതാ സ്തുതിക്കുന്നു. പ്രസീദ അച്യുത മാരുതേശ, അങ്ങയുടെ ചരിതങ്ങളാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അറിവിനനുസരിച്ച്, എൻ്റെ ബുദ്ധിയിൽ പ്രകാശിക്കുന്നതിനനുസരിച്ച് കഥാമയി സ്വരൂപത്തിലിരിക്കുന്ന ഭാഗവതം എന്ന പേരിൽ തന്നെ ഉള്ള ശരീരത്തോടു കൂടിയ, നേരത്തെ പറഞ്ഞല്ലോ പ്രത്യക്ഷ കൃഷ്ണ, ആ ശരീരത്തോടു കൂടിയിട്ടിരിക്കുന്നതായ ആര്? മാരുതേശ, ഗുരുവായൂരപ്പ, ഹരിയായിട്ടുള്ള ഭഗവാനെ അങ്ങയെ സന്തോഷിപ്പിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് എൻ്റെ ബുദ്ധിയിൽ എങ്ങനെ തെളിയുന്നോ അതുപോലെ ത്വദീയൈഹി ചരിതൈഹി, അങ്ങയുടെ ചരിതങ്ങളെ കൊണ്ട് ഞാനിതാ സ്തൗമി, അങ്ങയെ സ്തുതിക്കുന്നു. പ്രസീദ അച്യുത മാരുതേശ, ച്യുതിയില്ലാത്ത നാശമില്ലാത്ത ഭഗവാനെ
മാരുദേശ ഗുരുവായൂരമരുന്ന ഗുരുവായൂരപ്പനായവനെ പ്രസീത എന്നിൽ പ്രസാദിക്കണേ എന്നുള്ള ഒന്നും കൂടിയുമാണ് നമുക്ക് പ്രാർത്ഥനാ ശ്ലോകത്തിൽ ഉൾപ്പെടുത്താനുള്ളത്. ഇനി ഈ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. ലാസ്റ്റ് ശ്ലോകം പ്രാർത്ഥനയില് അന്യഥാ ശരണം ന അസ്തി, വേറെ ശരണം ന അസ്തി, ഇല്ല. അന്യഥ എന്ന് പറഞ്ഞാല് വേറെ, വളരെ ചൊല്ലാനൊക്കെ എളുപ്പമാണ്, വേറെ ശരണമില്ല, ശരണാഗതിയാണ് എന്നൊക്കെ. പക്ഷെ ശരണാഗതി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡൈനാമിക് പ്രോസസ്. അത് ശരണാഗതി എന്നുള്ളത് എളുപ്പമല്ല, വായുകൊണ്ടൊക്കെ പറയാം ഇന്ന ഗുരുനാഗതി എന്നൊക്കെ. പക്ഷെ ശരണാഗതി എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്, ഒട്ടും എളുപ്പമല്ല. അത് ഗീതയൊക്കെ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അർജുനൻ ആദ്യം ശരണാഗതി അടയാതെ പിന്നെ എപ്പോഴാണ് ഭഗവാനോട് ഞാൻ ഭഗവാനെ അങ്ങേക്ക് പ്രപന്നനാണ്, അങ്ങയുടെ ശിഷ്യനാണ്, എനിക്ക് വേണ്ടത് പറഞ്ഞു തരൂ എന്ന് പറയുന്നിടത്തെ ഭഗവാൻ ഗീത തന്നെ പറയാൻ തുടങ്ങുന്നുള്ളൂ. ഭഗവത്ഗീത ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നൊക്കെ പറഞ്ഞ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊന്നും ഭഗവാൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് സംഖ്യയോഗത്തില് 12 11 അവിടെയാണ് ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എപ്പോഴാണോ അർജുനൻ ഭഗവാന് പ്രപന്നനായത്, ശരണാഗതി പരിപൂർണമായിട്ടും സറണ്ടർ ചെയ്തത്, അതിന്റെ ശേഷമേ ഭഗവാൻ അർജുനനോട് വർത്തമാനം പറഞ്ഞു തുടങ്ങണുള്ളൂ. അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ കാര്യമില്ല. അപ്പൊ അതുപോലെ ഇവിടെ വളരെ സറണ്ടറിങ് ആയിട്ടുള്ള ശരണാഗതി അടയുന്ന ശ്ലോകമാണ്. അതേ ആത്മാർത്ഥതയോടുകൂടി ഭഗവാനോട് പറയുക, അന്യഥാ ശരണം നാസ്തി. ആ ദീർഘം നാസ്തി എന്നൊന്നും മലർത്തണ്ട, ഒന്നും മലർത്തുക, വേറെ ഇല്ല ശരണം, നാ അസ്തി എന്ന് മനസ്സിലാക്കാൻ പാകത്തിന് ദീർഘത്തിന്റെ അടിയിൽ വരയ്ക്കുക. ത്വമേവ, മുമ്പ് പറഞ്ഞില്ലേ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, തർക്കമില്ലാതെ പറയുമ്പോഴാണ് ഈ ഏവാന്ന് ഉപയോഗിക്കുക. ഭാഗവതം പ്രത്യക്ഷമായ കൃഷ്ണസ്വരൂപം തന്നെയാണ് എന്ന് പറയാനാണ് പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറഞ്ഞത്. ഇവിടെയും തർക്കമില്ല എന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏവ എന്ന് ഉറപ്പിച്ച് പറയാ. ത്വമേവ ശരണം മമ, നീ മാത്രമാണ് ശരണം, വേറെ ഗതിയില്ല. തസ്മാത്, അതുകൊണ്ട് കാരുണ്യഭാവേന, തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. അവിടെ രക്ഷ ചെല്ലുമ്പോ എകാരം കയറി വരരുത്, രസം രക്ഷ അതൊന്നും കയറി വരരുത്. രാ എന്നാണ് അവിടെ അക്ഷരം, അതിന്റെ മുമ്പ് ഒരു ഏകാരം ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ ചെല്ലുമ്പോ പറഞ്ഞ പോലെ കേരളത്തിലുള്ളവര് ഏകാരപ്രിയന്മാരായതുകൊണ്ട് കിണറിനെ കിണറെന്ന് പറയും, ഇലയ്ക്ക് ഇല എന്ന് പറയും, അങ്ങനെയുണ്ട്. അത് വെച്ച് രക്ഷ എന്ന് വായിക്കരുത്, രക്ഷ രക്ഷ ജനാർദ്ദന. ബലത്തിന് ബലം എന്ന് പറയും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. തസ്മാത്, അതുകൊണ്ട് കാരുണ്യഭാവേന, ഭഗവാനെ ഞാൻ അങ്ങേക്ക് ശരണാഗതി അടഞ്ഞിരിക്കുകയാണ്, ഭാഗവതമാകുന്ന അങ്ങയുടെ സ്വരൂപമല്ലാതെ എനിക്ക് വേറെ ഗതിയില്ല. എനിക്ക് കുറവുകളൊക്കെ ഉണ്ടാവാം, പല പല കുറവുകൾ ഉണ്ടാവാം. ഒരു മനുഷ്യജന്മം കിട്ടി, ഒരു ആയുസ് ഈ ഭൂമിയിൽ കിട്ടിയിട്ട് ഇത്ര കാലം ഞാൻ ഭാഗവതത്തിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഇരുന്നിട്ടുണ്ടാവാം. ഭാഗവതം ഗൃഹത്തിൽ വാങ്ങി വെച്ചിട്ട് അത് പൊടി പിടിച്ച് ഇപ്പോഴാണ് ഞാനത് പൊടി തട്ടിയിരിക്കുന്നത് എന്നൊരു കുറവ് എനിക്കുണ്ടാവാം. ഭാഗവതത്തിനെ വേണ്ട രീതിയിൽ ഞാൻ ഉപാസിക്കാതെ ഇരുന്നിരിക്കാം. പല പല സപ്താഹങ്ങളൊക്കെ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ നടക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാതെ ഇരുന്നിരിക്കാം. ഇങ്ങനെ പല പല കുറവുകൾ. ഭാഗവതം പഠിക്കാൻ എന്തേ കുറവ് എന്ന് ചോദിച്ചപ്പോ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ജോലിയുടെ തിരക്കായിരുന്നു, റിട്ടയർമെന്റ് ആയപ്പോ വയ്യാണ്ടായി, ഇപ്പൊ കുട്ടികളൊക്കെ വരുമ്പോ അവരുടെ തിരക്കായി, ഇങ്ങനെ പല പല കാരണങ്ങളെ പറഞ്ഞ് ഞാൻ ഭാഗവതം ഒരു ഗ്രന്ഥമായിട്ട് ദ്വാപരയുഗത്തിന് ശേഷം ഭഗവാൻ തന്റെ ലീലകളെയൊക്കെ അവസാനിപ്പിച്ച് പോകുന്ന സമയത്ത് ഉദ്ധവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കരുണാമൂർത്തിയായ അങ്ങ്, ഭാഗവതത്തിലെ 6ാമത്തെ അധ്യായത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ വരുമ്പോ ചോദിക്കും, ഭഗവാനെ വിട്ടിട്ട് പോയാൽ കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് എന്താണ് ആശ്രയം? 3ാമത്തെ അധ്യായത്തിൽ, ശ്രീമദ് ഭാഗവതം 3ാമത്തെ അധ്യായം മഹാത്മ്യം പറയുമ്പോൾ ഉദ്ധവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഭഗവാൻ എല്ലാം ഉപേക്ഷിച്ച്, കിരീടമില്ല, ചെങ്കോലില്ല, ഒന്നുമില്ലാതെ ഒരു ആൽച്ചുവട്ടിലെ ഭഗവാൻ, ഹി വാസ് വെരി കാം ആൻഡ് കമ്പോസ്ഡ്. ഒരു പ്രാരബ്ധമില്ല, രാജാവ് എന്ന ഉത്തരവാദിത്വം, ദ്വാരകാധീശൻ എന്ന ഉത്തരവാദിത്വം ഇല്ല. തന്റെ ഈ ശരീരത്തെ മറയ്ക്കാൻ പോവാണ് എന്ന് മനസ്സിലായ ഉദ്ധവൻ ഭഗവാനോട് ചോദിച്ചു, അങ്ങ് പോയാൽ കലിയുഗത്തിൽ വരുന്ന ജനങ്ങൾക്ക് എന്താണ് ഗതി? അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ഞാൻ എങ്ങോട്ടും മറയണില്ല ഉദ്ധവ, ഭാഗവതത്തിലേക്കാണ് ഞാൻ മറയാൻ ഉദ്ദേശിക്കുന്നത്. ഭാഗവതത്തിലെ ഓരോ അക്ഷരങ്ങളിലും ഞാനുണ്ട് എന്ന് കണ്ടുകൊണ്ട് വായിക്കുന്നവർക്ക് ഭാഗവതത്തിലെ ഓരോ അക്ഷരത്തിലും കണ്ണനുണ്ട്, ഭഗവാനുണ്ട്. കണ്ണന്റെ മയിൽപ്പീലികളുണ്ട്, കണ്ണന്റെ മുഞ്ചിലമ്പുണ്ട്,
പാദങ്ങളുണ്ട്, കൗസ്തുഭരത്നമുണ്ട്, വനമാലയുണ്ട്, മുത്തുമാലയുണ്ട്. ഇതൊരു പുസ്തകമാണ്, അക്ഷരാണെന്ന് വിചാരിച്ചാൽ അവർക്കൊന്നും കാണില്ല. പക്ഷെ ഭാഗവതത്തിനെ ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞതുപോലെ ഞാൻ വാങ്മയീ സ്വരൂപമായിട്ട് ശ്രീകോവില് അമ്പലത്തിലെ ശ്രീലകത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശ്രീലകത്ത് ഇരിക്കുന്ന ഭഗവാനും നമ്മളും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ പുറത്ത് നിന്നിട്ടേ നമുക്ക് പറ്റുള്ളൂ, അകത്തേക്ക് കയറാൻ പറ്റില്ല. മേശാന്തിക്ക് മാത്രം അനുവദനീയമായതാണ് ശ്രീലകത്തേക്കുള്ള പ്രവേശനം. അങ്ങനെ ഇരിക്കെ ഗ്രന്ഥാവതാരം എടുത്ത് ഭാഗവത രൂപേണ നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് അതിലെ ഓരോ അക്ഷരത്തിലും വിരൽ വെച്ച് 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 വായിക്കുന്ന സമയം ഓരോ അക്ഷരത്തിലും നമ്മൾ തൊടുന്നതും ഭഗവാനെ തന്നെയാണ്. ഓരോ അക്ഷരം വിട്ടുകളയുമ്പോൾ, വായിക്കുമ്പോൾ അതിലെ ഓരോ വിസർഗങ്ങളെ കളയുമ്പോൾ, അക്ഷരങ്ങൾക്ക് വേണ്ട ഉച്ചാരണങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ ഭഗവത ധ്യാനം ആലോചിക്കുക. ഭഗവാന്റെ കണ്ണിലെ കൃഷ്ണമണിയല്ലേ ഞാൻ കളഞ്ഞത്? ഭഗവാന്റെ 10 വിരലുകളിലെ ഒരു വിരലല്ലേ ഇല്ലാതായത്? ഭഗവാന്റെ പിഞ്ചു പാദങ്ങളിലെ നഖത്തിനെ ഞാൻ മുറിച്ചു കളഞ്ഞില്ലേ അക്ഷരമില്ലാതെ വായിച്ചപ്പോ? ഇങ്ങനെ ഓരോന്നും പാദം ഭഗവാന്റെ പ്രഥമ സ്കന്ധം ഭഗവാന്റെ പാദമാണ്. മുട്ട് എന്ന് പറയുന്നത് 2ാമത്തെ സ്കന്ധമാണ്. അതൊക്കെ വിസ്തരിച്ച് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കാത്തവർ ഒന്നുകൂടിയും പോയി കേൾക്കുക. ആ ഒരു ധാരണയോട് കൂടിയിട്ട് ഭാഗവതത്തിനെ ഉപാസിക്കുക. അങ്ങനെ വരുമ്പോ ഉദ്ധവനോട് പറഞ്ഞത്, ഉദ്ധവ ഞാൻ വാങ്മയീ സ്വരൂപമായിട്ട് കഥാരൂപത്തിലെ ഗ്രന്ഥാവതാരമായിട്ട് ഭാഗവതത്തിന്റെ ഉള്ളിലേക്കാണ് മറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ദ്വാപരയുഗത്തിന്റെ അവസാനം തന്റെ ദിവ്യമായ ശരീരത്തെ ഭഗവാൻ മറച്ചു, തന്റെ ധാമത്തിലേക്ക് പോയി എന്ന് പറയുന്നിടത്ത് എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ ഭാഗവതത്തിലെ ഓരോ അക്ഷരങ്ങളിലേക്കും ഭഗവാൻ മറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഭാഗവത രൂപേണ ഓരോ മണിമണിയായിട്ട് അക്ഷരങ്ങളായിട്ട് നമ്മളോടൊപ്പം ഭഗവാൻ കൂടെയുണ്ട്. ആ രീതിയിൽ സറണ്ടർ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. അന്യഥാ ശരണം നാസ്തി, വേറെ ശരണമില്ല. ത്വമേവ ശരണം മമ, അങ്ങ് തന്നെയാണ് ശരണം എന്ന് ഭാഗവതത്തിനെ ഭഗവാനായി കൊണ്ട് പറയുക. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവ് അങ്ങയുടെ കാരുണ്യത്തിന്റെ കുറവൊന്നും ഇല്ലല്ലോ. കാരുണ്യഭാവേന ആ കരുണയെ തന്നുകൊണ്ട് രക്ഷ രക്ഷ ജനാർദ്ദന, എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. ഭാഗവതത്തിനെ വിടാതിരിക്കുക. ഈ വല്ലഭാചാര്യ സ്വാമികള് അദ്ദേഹമൊക്കെ പറയും, മനുഷ്യൻ നടക്കുന്ന സമയത്ത് ഒരടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരടി വെക്കുന്ന സമയത്ത് ഭൂമിയില് എല്ലാ ഭാഗത്തും തൊടില്ലല്ലോ. ഒരടി വെച്ച് മറ്റേ കാലം മുന്നിലേക്ക് വെക്കുമ്പോൾ ഒരു സൈഡിൽ തൊടില്ല. നാൽക്കാലികളാണെങ്കിലും നടക്കുന്ന സമയത്ത് അവരുടെ 4 കാല് മുന്നിലേക്കും എടുത്തു വെക്കുന്ന സമയത്ത് ഭൂമിയുടെ എല്ലാ ഭാഗവും സ്പർശിക്കില്ല. പക്ഷെ ഒരു പുഴുവാണെങ്കിൽ അത് നടക്കുന്ന സമയത്ത്, അത് അരിച്ചു പോകുന്ന സമയത്ത് ഭൂമിയുടെ എല്ലാ ഭാഗത്തെയും തൊട്ടുകൊണ്ടാണ് കടന്നു പോവുക. അതുപോലെ എനിക്ക് ഭാഗവതം വായിക്കണം, ഭൂമിയുടെ എല്ലാ ഭാഗത്തും പോയിട്ട് എനിക്ക് സപ്താഹം നടത്തണം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വല്ലഭാചാര്യ സ്വാമികൾ. വെച്ചാൽ അവരൊക്കെ ഭാഗവതം മൂച്ചായിട്ട് ജീവനും ജീവിതവും ശ്വാസവും ഒക്കെ ഭാഗവതമായിട്ട് കൊണ്ടു നടന്ന മഹാത്മാക്കളാണ്. ആ പൂർവാചാര്യന്മാരുടെയൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഭാഗവതത്തിന് ഇപ്പൊ ധ്യാന ശ്ലോകങ്ങളുടെ ഓരോന്നിന്റെയും അർത്ഥം ഓൺലൈനിൽ പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ വേണം ഉപാസിക്കാൻ എന്നുള്ളത് കൊണ്ടാണ്. പ്രാർത്ഥനയ്ക്കും ഇത്ര കണ്ട അർത്ഥമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതും ഓൺലൈനിൽ പറഞ്ഞത്. ഈ ധാരണയോടുകൂടി വേണം എല്ലാവരും ഇനി മഹാത്മ്യം വെള്ളിയാഴ്ച നമ്മൾ തുടങ്ങുമ്പോൾ ഭാഗവത ഗ്രന്ഥത്തിനെ ഉപാസിക്കാൻ തുടങ്ങാൻ. ഇതുവരെ ഏത് രീതിയിലെ ഭാഗവതത്തിനെ കണ്ടാലും ശരി, ഇനി ഭാഗവതം എന്ന് പറയുന്നത് ഗ്രന്ഥാവതാരമായിട്ട് ഓരോരുത്തരും വിചാരിക്കുക എനിക്ക് വേണ്ടി ഭഗവാൻ അവതരിച്ചതാണ്, എനിക്ക് വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ച ഭാഗവതമായിട്ട് എൻ്റെ കയ്യിലേക്ക് ഓമന ഉണ്ണിയായിട്ട് വന്ന് ചാടിയത് എന്ന് വിചാരിക്കുമ്പോൾ ഭാഗവതം ക്ലാസ്സിൽ കയറാതിരിക്കാനുള്ള ലീവ് പറയല് ഭാഗവതത്തിൽ കുറയും. ഇന്ന കാരണം കൊണ്ട് വരാൻ പറ്റില്ല, ഇന്ന കാരണം കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് 7-8 വട്ടം എനിക്ക് ഭാഗവതം ഉണ്ട് എന്ന് പറഞ്ഞു കൂടി വരാൻ പറ്റും. അപ്പൊ ആ ശ്ലോകങ്ങള് ഒരു തവണയും കൂടി വായിക്കാം, ഒറ്റ തവണ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യഃ
ദാസോഹം തവ കേശവ ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ ഭാഗവത പഠനം ദേവ സഫലം കുരു സർവദാ കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതിസ്ത്വത്പരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുദേശ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന രക്ഷ രക്ഷ ജനാർദ്ദന രക്ഷ രക്ഷ ജനാർദ്ദന സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ധ്യാന ശ്ലോകങ്ങള് പ്രാർത്ഥനകൾ ഇത് രണ്ടും കഴിഞ്ഞു. പ്രാർത്ഥന സമർപ്പണം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം. നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം, നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം. നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. ത്വദീയം വസ്തു ഗോവിന്ദ, ത്വദീയം വസ്തു ഗോവിന്ദ, തുഭ്യമേവ സമർപ്പയേ, തുഭ്യമേവ സമർപ്പയേ. തേന ത്വദംഘ്രി കമലേ, തേന ത്വദംഘ്രി കമലേ, ശാശ്വതീം രതിം മേ യച്ഛ ശാശ്വതീം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഏകവാക്യതാ ഹരിസ്മരണം. ഹരണം ഹരി 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 രാധേശ്യാം രാധേശ്യാം